കോട്ടയം ഈരാറ്റുപേട്ടയിലെ ദമ്പതിമാരുടെ മരണം ആത്മഹത്യയെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ബാഹ്യ ഇടപെടൽ കണ്ടെത്താനായിട്ടില്ലെന്നാണ് ഫോറൻസിക് സർജൻ പോലീസിന് നൽകിയ മൊഴി. ഇന്നോവ കാറിൽ ബ്ലേഡ് പലിശ സംഘമെത്തി വിഷ്ണുവിനെ മർദ്ദിച്ചു എന്ന ആരോപണവും സ്ഥിരീകരിക്കാനായിട്ടില്ല. CCTV പരിശോധനയിൽ ആരും വീട്ടിലെത്തിയതായി കണ്ടെത്തിയിട്ടില്ല. ഇരുവരുടെയും സംസ്കാരം ഇന്ന് പാല രാമപുരത്തെ വീട്ടുവളപ്പിൽ നടക്കും. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ബാഹ്യമായ ഇടപെടൽ ഇല്ല എന്ന് പറയുമ്പോഴും ഇത്തരം ആരോപണങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതല്ലേ? എന്തൊക്കെയാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും ആരോപണങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായി വന്നതിൽ ഉള്ള CCTV അടക്കമുള്ള പരിശോധനയിലാണ് ഇത്തരം വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. നിലവിൽ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ ഏതെങ്കിലും ശരീരത്ത് മറ്റെന്തെങ്കിലും മർദ്ദനമോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ മരുന്ന് കുത്തിവെച്ചാണ് മരണമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്ത് വിഷദ്രാവകം എന്നുള്ളത് ആന്തര അവയവങ്ങളുടെ പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇന്നോവ കാറിൽ ചിലരെത്തി വിഷ്ണുവിനെ മർദ്ദിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പോലീസ് നടത്തിയ പരിശോധനയിൽ CCTV ദൃശ്യങ്ങളൊന്നും തന്നെ അങ്ങനെ ആരെങ്കിലും വന്നതായി ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, വിഷ്ണുവിന് വലിയ കടബാധ്യത പല ഇടങ്ങളിൽ നിന്നുണ്ടായിരുന്നു. ഈ ബ്ലേഡ് പലിശ സംഘം അല്ലാതെ തന്നെ കടം കൊടുത്തവരാരെങ്കിലും വന്നതാണോ എന്ന സംശയം തന്നെ പോലീസിനെ സംബന്ധിച്ച് ഇപ്പോഴും ഉണ്ട്. പക്ഷെ അങ്ങനെ ആരും നേരിട്ട് എത്തിയതായിട്ടുള്ള വിവരമില്ല. കോടതിയിൽ നടക്കം ചില നോട്ടീസുകളും മറ്റും വിഷ്ണുവിന് ഈ പണം ഇടപാട് ചെക്ക് ബൗൺസ് ആവുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. ആശുപത്രിയിലെത്തി ഈ ഭാര്യ രശ്മിയെ ഭീഷണിപ്പെടുത്തിയതായിട്ടുള്ള ആരോപണങ്ങൾക്കും അതിന്റെ ഹോസ്റ്റലിലെത്തി ഭീഷണിപ്പെടുത്തി എന്നുള്ള ആരോപണങ്ങൾക്കും കാര്യമായ തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. എന്തായാലും പോലീസ് അന്വേഷണം തുടരുകയാണ്. ഇന്ന് തന്നെ ഇരുവരുടെയും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും. ഇന്നലെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് രാമപുരം കൂടപ്പുലത്തെ വീട്ടുവളപ്പിൽ, വിഷ്ണുവിന്റെ വീട്ടുവളപ്പിലായിരിക്കും സംസ്കാര ചടങ്ങ്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.